എല്ലാ ക്രിയേറ്റേഴ്സിനും Arduino ഫാൻസിനും ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് കട്ടക്കലിപ്പ് ഫീച്ചേഴ്സുമായിട്ട് Arduino IDEയുടെ പുതിയ വേർഷൻ റിലീസായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഓരോ ഫീച്ചേഴ്സും നമുക്ക് എക്സ്പ്ലോർ ചെയ്താലോ? അടിപൊളി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് Arduinoയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് arduino.cc പോകുക. ഇവിടെ മുകളിൽ നോക്കിയാൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നൊരു ടാബ് കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് Arduino IDE 1.8.13 ആണ്. അതല്ല നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് Arduino IDE 2.0 ബീറ്റ വേർഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സൈഡിൽ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു പേജിൽ ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങും. ഇത് ബീറ്റ വേർഷനാണ്, അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബഗ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു ബഗ്സ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റേബിൾ വേർഷൻ താമസിയാതെ തന്നെ ഇറങ്ങുന്നതായിരിക്കും. ഇത് അത്യാവശ്യം വലിയൊരു ഫയലാണ്, കുറച്ച് സമയമെടുക്കും. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് ആ ഫയൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഐ അഗ്രി കൊടുക്കുക. നെക്സ്റ്റ് നെക്സ്റ്റ്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതും കുറച്ച് സമയമെടുക്കും. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇൻസ്റ്റാളേഷൻ കഴിയുന്ന ആ ഒരു പോയിന്റ് വരെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഓക്കെ ഗായ്സ്, ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഇനി ഈ ഒരു ടിക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ Arduino IDE ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ബ്രൗസർ വിൻഡോ ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ IDE ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ Arduino IDE. ഇനി നമുക്ക് ഒരു ചെറിയ കമ്പാരിസൺ നടത്താം. നമ്മുടെ പുതിയ Arduino IDEയും പഴയ Arduino IDEയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടിനെയും സൈഡ് ബൈ സൈഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ കാണുന്നത് നമ്മുടെ പഴയ Arduino IDE വേർഷനാണ്. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റിൽ കാണുന്നത് പഴയതും റൈറ്റിൽ കാണുന്നത് പുതിയതുമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ രണ്ട് IDEs കമ്പയർ ചെയ്യുമ്പോൾ 3 വ്യത്യാസങ്ങളാണ് മെയിനായിട്ട് അറിയാൻ പറ്റുന്നത് അല്ലേ? ഒന്ന്, ഈ ബോർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഡ്രോപ്പ് ഡൗൺ. 2, ഈ ഒരു മെനു ബാർ. 3, ഓരോ ലൈനിനും ലൈൻ നമ്പേഴ്സ് ഉണ്ട് ഇവിടെ. കണ്ടില്ലേ? നമ്മളൊരു കോഡ് എഴുതുമ്പോഴും കോഡ് റെഫർ ചെയ്യുമ്പോഴും കോഡ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഈ ലൈൻ നമ്പർ ഉള്ളത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്ക് ഈ ഒരു മെനുവിൽ എന്തൊക്കെ ബട്ടൺസ് ഉണ്ടെന്ന് നോക്കാം. ആദ്യത്തെ ബട്ടൺ എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യാനുള്ള ബട്ടൺ. രണ്ടാമത്തത് അപ്ലോഡ് ചെയ്യാൻ. ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണിത്. പിന്നെ ഉള്ളത് ഒരു പുതിയ കോഡ് ഓപ്പൺ ചെയ്യാൻ, അതായത് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ. പിന്നെ ഉള്ളത് ഡീബഗ്, അത് ട്രബിൾ ഷൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ബട്ടണാണ്. പിന്നെ ഉള്ളത് കോഡ് ഓപ്പൺ ചെയ്യാൻ. പിന്നെ ഉള്ളത് സേവ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഫയൽ സേവ് ചെയ്യാൻ. പിന്നെ ഈ സൈഡിലൊരു മെനു ബാർ കണ്ടില്ലേ? ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ബോർഡ്സ് മാനേജർ, ലൈബ്രറി മാനേജർ. ഇവിടെ ഒരു ഡീബഗിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് സെർച്ച്. പിന്നെ നമ്മുടെ പുതിയ Arduino IDEയിൽ പുതിയതായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഡാർക്ക് മോഡാണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് ഫയലിൽ പോവുക, പ്രിഫറൻസിൽ പോവുക. ഇവിടെ തീം എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ? അതിൻ്റെ ഡീഫോൾട്ട് എന്ന് പറയുന്നത് ലൈറ്റ് Arduino ആണ്. അത് ക്ലിക്ക് ചെയ്യുക, ഡാർക്ക് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ദേ കണ്ടില്ലേ കളർ മാറിയത്? ഇത് ആക്ച്വലി Arduino IDEയുടെ പുതിയൊരു തീമാണ്. ഈ ഒരു കളർ തീം കണ്ണിന് നല്ല സുഖമില്ലേ കാണാൻ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു Arduino IDE ക്ലോസ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ബോർഡ്സ് ഒന്നും തന്നെ കാണത്തില്ല. എന്ന് വെച്ചാൽ ടൂൾസിൽ പോയിട്ട് ബോർഡ്സ് നോക്കുകയാണെങ്കിൽ ബോർഡ്സ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബോർഡ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ബോർഡ് മാനേജർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ Arduino IDE വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന എല്ലാ ബോർഡിൻ്റെയും ബോർഡ്സിൻ്റെ ഫാമിലീസിൻ്റെയും ലിസ്റ്റ് ഇതിനകത്ത് വരും. കണ്ടില്ലേ? നമ്മുടെ റാസ്ബെറി പൈ പൈക്കോ ഞാൻ ഇതിനിടയ്ക്ക് കണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ? ഓക്കെ, ഇനി തൽക്കാലത്തേക്ക് നമുക്ക് Arduino നാനോയിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. അതിന് ഈ Arduino AVR ബോർഡ്സ് പേ Arduino കണ്ടില്ലേ? അതിനകത്ത് നമ്മുടെ Arduino നാനോയും ഉൾപ്പെടും. ഇവിടെ കണ്ടില്ലല്ലോ? ഇതേ കണ്ടില്ലേ? Arduino നാനോ. ഓക്കെ, നമുക്ക് അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം.
ഓക്കെ, നമുക്കൊരു ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ അത്യാവശ്യം കുറച്ച് സമയമെടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ ഇൻസ്റ്റാൾഡ് എന്ന്. ഇനി എൻ്റെ കയ്യിലൊരു മേക്കർ 1000 ബോർഡും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താലോ? അതിന് ആദ്യം ഇവിടെ ഒരു ബോക്സ് ഉണ്ടല്ലേ, ഫിൽറ്റർ യുവർ സെർച്ച് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് നമ്മുടെ ബോർഡിൻ്റെ പേര് കൊടുക്കാം, മേക്കർ 1000. ഇതേ കണ്ടില്ലേ, പേര് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോർഡിൻ്റെ ഫാമിലി, അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡ്രൈവേഴ്സും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ലേറ്റസ്റ്റ് ഡ്രൈവർ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ബോർഡും ഇൻസ്റ്റാൾ ആവും. ഓക്കെ ഗൈസ്, അപ്പോൾ അതും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൂൾസിൽ പോയിട്ട് ബോർഡ്സ് ഒന്ന് നോക്കാം. ഇതേ കണ്ടില്ലേ, നമ്മൾ തൊട്ടും ഇൻസ്റ്റാൾ ചെയ്ത 2 ഫാമിലി ഓഫ് ബോർഡ്സിലെ എല്ലാ ബോർഡ്സും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ നാനോ ഇവിടെയുണ്ട്, Arduino മേക്കർ 1000 ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുമായി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ Arduino മേക്കർ 1000 ബോർഡ് ഞാൻ ഈ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എന്ത് പറ്റുമെന്ന് നോക്കാമല്ലോ. ഓക്കെ, ഞാനിപ്പോൾ കണക്ട് ചെയ്യുകയാണേ. ഓക്കെ, കണക്ട് ചെയ്തു. ഇതിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ ഇവിടെ നമ്മുടെ Arduino മേക്കർ 1000 ബോർഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ കാണുന്ന ഔട്ട്പുട്ട് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്താലോ? അതിന് ഇവിടെ കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ വേറൊരു ഫീച്ചർ പറഞ്ഞുതരാം. ആദ്യം അത് ആക്ടിവേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫയലിൽ പോവുക, പ്രിഫറൻസിൽ പോവുക. ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, എഡിറ്റർ ക്വിക്ക് സജഷൻസ്. അത് പിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ സെലക്ട് ചെയ്യുക. ഇതെന്താണെന്നുള്ളത് കോഡിങ്ങിനിടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ 2 കമൻറ്റ്സ് റിമൂവ് ചെയ്യാം. Arduino മേക്കർ 1000ൻ്റെ കേസിൽ അതിൻ്റെ ഇൻബിൽറ്റ് LED കണക്ട് ചെയ്തിരിക്കുന്ന പിൻ നമ്പർ 6ലാണ്. സോ പിൻ നമ്പർ 6 ഔട്ട്പുട്ട് പിന്നാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് പിൻ മോഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ക്ലോസിംഗ് ബ്രാക്കറ്റും ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. 2 ബ്രാക്കറ്റും ഡിലീറ്റ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബ്രാക്കറ്റ് കണ്ടില്ലേ, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇത് നമ്മുടെ പുതിയ Arduino IDEയുടെ ഒരു ഫീച്ചറാണ്. ഈ ഒരു ബ്രാക്കറ്റ് മാത്രമല്ല, ഏത് ബ്രാക്കറ്റ് ആണെങ്കിലും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റും വരുന്നുണ്ട്. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാം. പിൻ 6 കോമ ഔട്ട്. ഓക്കെ, ഇത് കണ്ടോ, നമ്മളൊരു കോഡ് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സജഷൻസ് വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ഔട്ട് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഔട്ട്പുട്ട് എന്ന സജഷൻ വന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യാതെ തന്നെ ജസ്റ്റ് ഒരു എൻ്റർ അടിച്ചുകൊണ്ട് ആ കോഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതും നമ്മുടെ Arduino IDEയുടെ പുതിയൊരു ഫീച്ചറാണ്. ഓക്കെ, ബാക്കി കോഡ് ടൈപ്പ് ചെയ്യാം. ഇനി ലൂപ്പ് ഫംഗ്ഷനകത്ത് ഡിജിറ്റൽ റൈറ്റ് പിൻ നമ്പർ 6 ഹൈ ഡിലേ 1000, അതുപോലെ ഓഫ് ചെയ്യാൻ ഡിജിറ്റൽ റൈറ്റ് കണ്ടില്ലേ വന്നത് ഓട്ടോ സജഷൻ. ഇനി ഓപ്പൺ ചെയ്യുക 6 ലോ താഴെ കണ്ടില്ലേ, പിന്നെ ഓട്ടോ സജഷൻ വന്നത് ഡിലേ 1000. ഈ കോഡ് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു ചെറിയൊരു കോഡും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡും കൂടി. സീരിയൽ ഡോട്ട് പ്രിൻറ്റ് ln LED ഓൺ അതുപോലെ തന്നെ താഴെ LED ഓഫ്. ഇതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പുതിയ വേർഷനിൽ സീരിയൽ മോണിറ്റർ എങ്ങനെയാണെന്നും കൂടെ അറിയാൻ പറ്റും. ഓക്കെ, കോഡ് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇനി വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതിന് ഈ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, കോഡ് അപ്ലോഡിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ബോർഡിൽ നോക്കിയാൽ അറിയാം LED ഓരോ സെക്കൻഡ് ഇടവിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സീരിയൽ മോണിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ കണ്ടായിരുന്നു, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ സീരിയൽ മോണിറ്റർ എന്ന് പറയുന്ന പുതിയൊരു ടാബ് ഓപ്പണായി വരും. എന്നിട്ട് ഓർഡിനോ അയക്കുന്ന ഓരോ മെസ്സേജസും ഇവിടെ കാണിക്കും. ഇതാണ് നമ്മുടെ പുതിയ സീരിയൽ മോണിറ്റർ. കണ്ടില്ലേ, എല്ലാ മെസ്സേജസും വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ആർഡിനോ IDEയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിട്ട് ഞങ്ങളെല്ലാവരെയും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.